അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശാൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ ഫഖറുദ്ദീൻ പന്താവൂർ നടത്തുന്ന ഈ ഒരു ചാനൽ ഒരുപാട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബുള്ള ഒരുപാട് ദീനിയായ കാര്യങ്ങളും മറ്റു പല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് ഈ ഫഖറുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്നതാണ്. അദ്ദേഹം ഒരുപാട് ദിവസങ്ങളായി വീഡിയോയിലൊന്നും വരാതെ പലരും അദ്ദേഹത്തിൻ്റെ കമൻറ്റിലൂടെ ചോദിക്കുന്നു എന്തുകൊണ്ട് അദ്ദേഹം വീഡിയോയിൽ വരുന്നില്ല, എന്തെങ്കിലും സംഭവിച്ചോ എന്ന്. അദ്ദേഹത്തിന് സംഭവിച്ച കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം അറസ്റ്റിലാണെന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. കാരണം ജീവിച്ചു പോകുന്ന തന്നെ വലിയ പ്രയാസത്തിലാണ്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വലിയ ദുഃഖമാണ്. കാരണം നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ അപമാനിച്ചുകൊണ്ട് ഒരിക്കലും നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലാതെ ഈ രാജ്യത്തൊരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യം പറയുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലകപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു പെണ്ണിനെ സമൂഹ മാധ്യമങ്ങൾ അപമാനിച്ചു എന്ന ഒരു വിഷയത്തിലാണ് ഈ ഫഖറുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന വിശാൽ മീഡിയ ചാനൽ നടത്തുന്ന ഫഖറുദ്ദീൻ പന്താവൂരിനെ അറസ്റ്റ് ചെയ്ത ഒരു വിവരം കേൾക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മെസ്സേജുകളൊക്കെ വലിയ നല്ല മെസ്സേജുകളാണ് അദ്ദേഹമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകളിൽ ചില മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 7 ലക്ഷത്തോളം സബ്സ്ക്രൈബുള്ള ഒരു ചാനൽ കൂടിയാണ്. ഇത്തരത്തിലുള്ള മുസ്ലിം ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടുന്നുണ്ട്. പരിശുദ്ധ റമദാനൊക്കെ വരുമ്പോൾ സക്കാത്തിനെ പറ്റിയും അതുപോലെ ഫിത്ർ സക്കാത്തിനെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്ത് ഫിത്ർ സക്കാത്ത് എന്താണ് എന്നതിനെക്കുറിച്ച് ജനങ്ങളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകൾ അൽഹംദുലില്ലാഹ് അത് സമൂഹത്തിൽ വലിയ ഉപകാരമുണ്ടാക്കുന്ന വീഡിയോകളാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ചെറുപ്പക്കാരൊക്കെ അഭിപ്രായം പറയുമ്പോഴൊക്കെ തീർച്ചയായും അതിൻ്റെ നിയമത്തിൽ നിന്നുകൊണ്ടല്ലാതെ ഇത്തരത്തിലുള്ള വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ അഭിപ്രായം സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് സഹോദരിമാരെ അപമാനിക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നാം പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പിന്നെ വലിയ അപകടമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ചെറുപ്പക്കാരൊക്കെ നല്ല രീതിയിലൊക്കെ നല്ല വിഷയങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, മെസ്സേജുകൾ. ചിലതൊക്കെ ഒരു മനുഷ്യന്മാരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാർത്തകളൊക്കെ ചെയ്യാറുണ്ട്. അതിലൊക്കെ നാം വിട്ടുപോകരുത്. കാരണം മറ്റുള്ളവരെ കുറിച്ച് നാം അവരുടെ തെറ്റുകൾ അത് ഒരിക്കലും നാം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കൽ പോട്ടെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത വാക്കുകളും പ്രവൃത്തികളും നാം ഒരിക്കലും ചെയ്തു പോകരുത്. അതുകൊണ്ട് ഇതൊക്കെ ഗൗരവമുള്ള വിഷയമായി കണക്കിലെടുക്കണം. കാരണം വിശാൽ മീഡിയയുടെ വീഡിയോസുകൾ നിരന്തരമായ ഒരു ദിവസത്തിൽ 2-3 വീഡിയോ ചെയ്യുന്ന ഫഖറുദ്ദീൻ പന്താവൂറിൻ്റെ വീഡിയോ കാണാതിരിക്കുമ്പോൾ പലരും കമൻറ്റിലൂടെ ചോദിക്കുന്നു എന്ത് സംഭവിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പലരുമുണ്ട്. ഒരുപാട് ദിവസങ്ങൾ ഈ അടുത്ത അവസാനമായി അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. അതും വീഡിയോയിൽ വന്നുകൊണ്ടല്ല, ഒരു വോയിസ് ഇത് ആയിട്ടാണ് ഒരു വീഡിയോ ചെയ്തിരുന്നത്. കാരണം അപ്പം തന്നെ പലർക്കും ഒരു എന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. കാരണം ഇങ്ങനൊരിക്കൽ വീഡിയോ ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ സമൂഹ മാധ്യമങ്ങൾ വളരെ ആക്റ്റീവായിരിക്കുന്ന പലരെയും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. നാം അറിയാതെ ഏതെങ്കിലും ഒരു സന്ദർഭം കിട്ടുമ്പോൾ അത് നന്നായി ഉപയോഗപ്പെടുത്തുകയും ഇതിലൊക്കെ പെട്ടെന്ന് ഇടപെടുന്നത് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുമായി ബന്ധപ്പെട്ടവരും നമ്മുടെ വളർച്ചയെ തളർത്താൻ വേണ്ടി പലരും ഇതിൻ്റെ പിന്നിൽ വല വീശുന്നുണ്ട്. അവർ അതിനായി തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല നിലയ്ക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.